ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു ബീഫ് അച്ചാർ ഉണ്ടാക്കുകയാണേ. ബീഫിൻ്റെ അപ്പോൾ നമ്മൾ ഗ്രേവി കൂട്ടിയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ അതിലേക്കായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് ഒരു കൈ സാധനം വേണം. കാരണം ഇത് പേസ്റ്റാക്കി നമുക്ക് ബീഫിൽ പുരട്ടിയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ബീഫിനകത്ത് നന്നായിട്ട് ഇത്രയും സാധനവും, പിന്നെ മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, പിന്നെ മുളക് പൊടി 1 സ്പൂണ്, ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട്. ഇത് ബീഫിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ നമ്മളിപ്പോൾ ചേർക്കുന്നുള്ളൂ. കാരണം ലാസ്റ്റിൽ നമ്മൾ മസാലക്കൂട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചിരുന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് സാധാരണ നമ്മുടെ നാട്ടിലെ ബീഫൊക്കെ ആണെങ്കിൽ നമുക്കാണെങ്കിൽ വെള്ളം അധികം ചേർക്കാതെ തന്നെ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുമല്ലോ. ഇത് പക്ഷേ ആഫ്രിക്കൻ ബീഫാണ്. നമ്മൾ വെച്ചിട്ടില്ല, മുമ്പ് എപ്പോഴോ ഒരു വട്ടം വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണെന്നൊരു ഓർമ്മയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശകലം വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വെള്ളവും കൂടെ ചേർത്തിട്ട് വേവിക്കാം. കാരണം കുക്കറിനകത്ത് അടി പിടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത്രയും വെള്ളം ഒഴിച്ച്, നിങ്ങൾ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി, ബീഫിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഈ വെന്ത് വരുന്ന ബീഫുണ്ടല്ലോ, അപ്പോൾ ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളയണ്ട. കാരണം അതിൻ്റെ ടേസ്റ്റ് മൊത്തം ആ വെള്ളത്തിൽ ഇറങ്ങുമല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ, ഒന്ന് ചാറ് കുറുക്കി എടുക്കുമല്ലോ നമ്മൾ, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇനി ഞാനൊരു ചോപ്പറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3ഉം സെപ്പറേറ്റ് ഇട്ട് നിങ്ങളുടെ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. ഞാൻ ഗ്രേവി, എനിക്ക് അല്പം ഗ്രേവി അല്ല, അതിൻ്റെ മസാല കൂട്ടിച്ച് കൂടുതൽ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നല്ല രീതിയിൽ ഇഞ്ചിയും, വെളുത്തുള്ളിയും, പച്ചമുളകും നന്നായിട്ട് ചേർക്കുന്നുണ്ട്. സത്യം പറയാലോ, ഈ ബീഫ് ഒരുമാതിരിയുള്ള ബിസ്ക്കറ്റ് പൊടിയുന്നോട്ട് പൊടിഞ്ഞു. എനിക്ക് ഒട്ടും താല്പര്യം വരുന്നില്ല ഇത് വെച്ചിടാനായിട്ട്. അത്രയ്ക്ക് എനിക്ക് ഒട്ടും കംഫർട്ടല്ല ഈ ബീഫ്. ഇനിയിപ്പോൾ വാങ്ങിച്ച് പോയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഏതാ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വറുത്ത്, ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഞാനൊരു 3 ട്രിപ്പായിട്ട് ഇത് വറുത്ത് കോരിയേ. നമുക്കൊരു 2.25 കിലോ ബീഫുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഉരുളി എടുത്തിട്ട്, അത്യാവശ്യം വലിപ്പമുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ആദ്യം വെളുത്തുള്ളി, അത് കഴിഞ്ഞ് ഇഞ്ചി, അത് കഴിഞ്ഞ് പച്ചമുളക് എന്നിങ്ങനെയുള്ള ക്രമത്തിൽ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. നന്നായിട്ട് മൂക്കണം. വെളുത്തുള്ളി ഒന്നും പച്ചക്കിരിക്കരുത്, നല്ലവണ്ണം മൂത്ത് വരണം. ഇതെല്ലാം ഒന്ന് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടുള്ളതുകൊണ്ട് അത് നോക്കിയിട്ടിടണേ. ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള. അത് വെള്ളമയം ഇല്ലാതിടണം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂണോളം ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കുരുമുളക് പൊടി, പിന്നെ ഉലുവാപ്പൊടി, അതിനുശേഷം നമുക്ക് കായപ്പൊടി ആവശ്യത്തിന്. ഞാൻ എപ്പോൾ കായ ഇട്ടാലും അതിനൊരു കയ്പ്പ് രസം, അത് രസമായാലും അച്ചാറായാലും എന്തിട്ടാലും തോനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കയ്പ്പ് രസമാണ്. കാരണം എല്ലാവരും തോനെ ഇടുന്നതാണ്. പക്ഷെ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു മിനിമം അളവിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പം കഴിക്കാൻ തുടങ്ങും. എന്നാൽ എൻ്റെ അമ്മയൊക്കെ ഇടുന്നതാണെങ്കിൽ കാണുമ്പം വാരിയാണ് ഇടുന്നത് കായൊക്കെ. ആ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റുമാണ്, എന്താണെന്നറിയില്ല. പിന്നെ എന്തായാലും നമ്മുടെ അച്ചാർ, അതിലേക്ക് നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പം, മസാലയെല്ലാം ഒന്ന് മൂത്ത് വരുമ്പം ബീഫും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അഭിപ്രായം അറിയിക്കണം, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക് യു.